ഒമാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക, തിരിച്ചടിക്കുമെന്ന് ഇറാനും. ഈ മേഖല പുതിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനെതിരെ നിലപാടെടുക്കണമെന്നും തങ്ങളുടെ നയത്തോടും സമീപനത്തോടുമൊപ്പം ചേർന്ന് നിൽക്കണമെന്നുമാണ് ഒമാനോട് അമേരിക്ക പറഞ്ഞത്. ഒമാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാതെ മധ്യസ്ഥരായിട്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. മാത്രമല്ല, അമേരിക്കക്കും ഇറാനുമിടയിൽ മധ്യവർത്തിയായിട്ട് പ്രവർത്തിച്ച ഏകൊരു രാജ്യം കൂടി ഒമാനാണ്. ഖത്തർ പോലും മധ്യസ്ഥതയ്ക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ട ഒമാനോടാണ് ഇപ്പോൾ അമേരിക്ക ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത്, നിങ്ങൾക്കെതിരെയും തങ്ങൾ ആയുധമെടുക്കുമെന്ന്. അത് പറയാനുള്ള കാര്യം അവർ പറയുന്നത്, ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ഒമാൻ്റെയും ഇറാൻ്റെയും അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ്. അപ്പോൾ അതിന് ഏകദേശം 90 മീറ്ററാണ് നീളപരിധി കണക്കാക്കുന്നത്. വീതി ഏകദേശം 15 മുതൽ 30 മീറ്ററാണ്. 30 മീറ്റർ അവസാനിക്കുന്നതോടുകൂടി ഇറാനിൽ നിന്ന് ഒമാനിലേക്ക് ഈ കടൽ പാത അവസാനിക്കും. എന്നാൽ ഈ 30 മീറ്റർ ദൂരപരിധി ഉള്ള ഇടത്ത് പോലും യഥാർത്ഥത്തിൽ 3 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രമേ കപ്പൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ആ മേഖലയുടെ മാത്രമേ കപ്പൽ ഓടിക്കാൻ വേണ്ടി പറ്റൂ. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കുറവോ അല്ലെങ്കിൽ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നതിനാൽ ഈ മേഖല വളരെ കൃത്യമായ രീതിയിൽ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മാത്രമാണ് കപ്പൽ പോകാറുള്ളത്. ഇപ്പോൾ ഏറെക്കുറെ ഇറാൻ്റെ നിലപാടിനോട് യോജിച്ചിരിക്കുന്ന സമീപനമാണ് ഒമാൻ പല ഘട്ടത്തിലും എടുത്തത്. കാര്യം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്കും കൂടി അവകാശമുണ്ട് എന്ന് ഇതുവരെ ഒമാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് അത് ഒമാൻ പറയുന്നില്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചത്. തങ്ങൾക്കതിന് താല്പര്യമില്ല എന്നുള്ളതാണ് അതിന് ഒമാൻ പറയുന്ന മറുപടി. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യതയോടുകൂടി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തങ്ങൾ ചുങ്കം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വിഹിതം തീർച്ചയായിട്ടും അവകാശികളായിരിക്കുന്ന ഒമാന് നൽകും എന്നുള്ളത്. ഒമാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായ പ്രതികരണം നൽകിയിട്ടില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഒമാൻ അറിയാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോകം മനസ്സിലാക്കുന്ന കാര്യം. അവർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഈ ഒമാന് അറിയാമെന്നുള്ളതും ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലൊരു സംസാരം ഒമാൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇറാനോട് സഹകരിച്ച് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഈ ഒമാനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് അമേരിക്കയുടെ പരിപാടിയെങ്കിൽ തീർച്ചയായിട്ടും ഒമാൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തങ്ങൾ അമേരിക്കയെ ആക്രമിക്കും എന്നുള്ളതാണ്. ഇവിടെ 2 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന്, ഒമാനിൽ അമേരിക്കക്ക് സൈനിക ബേസ് ഇല്ല. എന്നാൽ ചൈനക്ക് ഒമാനിൽ സൈനിക ബേസ് ഉണ്ട്. അപ്പോൾ ചൈനയുടെ സഹായം വേണമെങ്കിൽ തേടും എന്നുള്ളിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്, പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യ സ്ഥിതികളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒമാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്ക നടത്തുകയാണെങ്കിൽ, അഥവാ അത്തരമൊരു മണ്ടത്തരത്തിലേക്കാണ് അമേരിക്ക പോകുന്നതെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരിക്കൽ പോലും കൃത്യമായ രീതിയിൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ ആയുധവും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക ബേസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കും അല്ലെങ്കിൽ തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ സമാനമായിരിക്കുന്നൊരു ഉദാഹരണമാണ് ഇപ്പോൾ കുവൈത്തിൽ ഇന്നലെ നടന്നത്. ഇറാനാണ് ആക്രമണം നടത്തിയതെന്ന് അവർ സ്ഥിരീകരിച്ചു. അവിടെയുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കത്തി അമരുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ അവരത് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒമാന് സംരക്ഷണ ഭിത്തി ഇറാൻ ഒരുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരിക്കൽ പോലും ഒമാന് നേരെ ഒരു ആക്രമണം നടത്താനുള്ള ധൈര്യം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാവില്ല. ട്രംപ് ഇപ്പോൾ തന്നെ ഏത് തരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് അയാൾക്ക് പോലും അറിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പല രീതിയിലും വിരുദ്ധമായിരിക്കുന്ന പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 2 തവണയെങ്കിലും ഇറാൻ്റെ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബോട്ടുകളെയും അതിൻ്റെ സൈനികരെയും ആക്രമിച്ചു. മിസൈൽ നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറി എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ മിസൈൽ ഫാക്ടറിയുടെ ഭാഗത്തൊന്നും മിസൈൽ എത്തിയിട്ടില്ല. പകരം അവരുടെ ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് 2-ലധികം സ്ഫോടനം നടക്കുകയും സമാനമായ രീതിയിൽ തിരിച്ചടി നൽകുകയും ചെയ്തു. അതിലൊന്ന് ബന്ദർ അബ്ബാസ് തുറമുഖമാണ് ആക്രമിക്കപ്പെട്ടത്. 2 പ്രാവശ്യമെങ്കിലും ഇവിടെ മിസൈൽ വീണിട്ടുണ്ട്.
വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ മിസൈൽ വീണിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ് ഇറാൻ ചെയ്തത്. ഇറാൻ വല്ലാത്ത രീതിയിൽ കാത്തിരുന്നിട്ടില്ല. അപ്പോൾ തന്നെ അവരുടെ 3 ഡ്രോൺ വെടിവെച്ച് താഴിട്ടു. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ യുദ്ധവിമാനമായിരിക്കുന്ന F-35 5th ജനറേഷൻ യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തെ ഇവർ വെടിവെക്കുകയും തകർന്ന് വീണു എന്ന് പറയുന്നു, കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചെറിയ പരിക്കുകളോടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അഭിപ്രായം കൃത്യമായ രീതിയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. രണ്ടാം ഘട്ടത്തിലാണ് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഹോർമുസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്നു. ആ ആക്രമണം നടത്തിയ അമേരിക്ക തന്നെയാണ്. ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായി. ഇറാൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം കുവൈറ്റിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി എന്നതിനാൽ അതേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ തിരിച്ചടിച്ചു എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നില്ല. കുവൈറ്റിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഞങ്ങൾ കത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോ ഫോട്ടേജും എല്ലാം പുറത്തിറക്കി അത് യാഥാർത്ഥ്യമാണ് എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വെടിനിർത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ വെടിനിർത്തലുണ്ട്. അതേക്കുറിച്ച് ചർച്ച നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ യുദ്ധം നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയും മറുഭാഗത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരുക്കൂട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ 2 വിഷയങ്ങൾ ഇപ്പോൾ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പുറത്ത് വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, വല്ലാതൊന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് കഴിയില്ല. ഇനി ഒരുപാട് കാലങ്ങളൊന്നുമില്ല. അതിൻ്റെ അടിവാരം തോണ്ടുന്ന പ്രവർത്തിക്കുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യമാണ് പ്രധാനമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അകത്തുള്ള ഏതെല്ലാം സൈനിക ബേസുകളുണ്ടോ, അവരുടെ ഏതെല്ലാം രഹസ്യ കലവറകളും കേന്ദ്രങ്ങളുണ്ടോ, അവരുടെ ഈ മിലിറ്ററി ഫോഴ്സുകൾ താമസിക്കുന്ന ഏരിയകൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ കൃത്യമായ രീതിയിൽ വിവരമുണ്ട്. മാത്രമല്ല അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ തകർക്കാൻ മാത്രം ഞങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ വളരെ ശക്തവുമാണ്. യുദ്ധം ആണ് തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. മാന്യമായ രീതിയിലൊരു പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും തയ്യാറാണ്. 2 തരത്തിലും അവർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അബ്രഹാം കരാറിൽ ഒപ്പിടണമെന്നും ഇസ്രായേലിനെ പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കണം എന്നുള്ളതാണ്. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ എപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അവരാണെങ്കിൽ അബ്രഹാം കരാറിൽ ഒപ്പിട്ടിട്ടുമില്ല. ഒപ്പിടണമെന്ന് പല ഘട്ടത്തിൽ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും തങ്ങളത് ആലോചിക്കണമെന്നുള്ളതും ആലോചിക്കുക എന്ന് പറഞ്ഞാൽ 2-3 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത് സൗദി അറേബ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫലസ്തീൻ സ്വാതന്ത്ര്യമാവണം എന്നുള്ളതാണ്. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം കാലം ഇസ്രായേലും അമേരിക്കയും കൊണ്ടു നടക്കുമോ അത്രത്തോളം കാലം തങ്ങൾ ഈ പറയപ്പെട്ട അബ്രഹാം കരാറിൽ ഒപ്പുവെക്കുകയോ ഇസ്രായേലിനെ അംഗീകരിക്കുകയോ ചെയ്യില്ല. പകരം എന്ത് ചെയ്യണം, അവരുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലം എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് ആലോചിക്കാം എന്ന് സൗദി അറേബ്യ പറഞ്ഞു. ഏറെക്കുറെ ഖത്തർ അതേ നിലപാടായിരുന്നു, കുവൈറ്റിന് ആ നിലപാടായിരുന്നു, ഒമാൻ ആ നിലപാടായിരുന്നു. ആ റൂട്ടിലൂടെ പോകുന്നു. പക്ഷേ ഈ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് UAEയും അതേപോലെ തന്നെ ബഹ്റൈൻ. അവർക്ക് നിലപാട് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ പല ഘട്ടങ്ങളിലും ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു പോയ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ അമേരിക്ക ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തകർക്കപ്പെടും. ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെയും അതിൽ തിരുത്തലുകൾ ചെയ്യാതെയും ഒരിക്കൽ പോലും അതിൽ ഒപ്പിടരുത് എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ആ നിലപാട് പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന സ്ഥിതി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല, മറ്റൊരു തലത്തിലേക്ക് ഇതിൻ്റെ ആഴത്തിലുള്ള മുറിവ് പറ്റിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അഥവാ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ അമേരിക്കക്കെതിരെ നിലപാട് പറയൽ തുടങ്ങി. തങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന്